കേസ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോബെറി കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ടല്ലോ. സംഭവം വേറൊന്നുമല്ല, നമ്മൾ സ്ട്രോബെറി വലിയ ചട്ടിയിലാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എല്ലാവരും പറയത്തില്ല ചെറിയ ചട്ടിയിലാക്കി വേണം വെക്കാനെന്നൊക്കെ. സംഭവം നമ്മുടെ ചേട്ടൻപുള്ളി പറഞ്ഞു വലിയ ചട്ടിയിലാക്കി വെക്കണം, അപ്പോൾ നന്നായിട്ട് തഴച്ച് വളരുമെന്ന്. അങ്ങനെ ഞാൻ കൊണ്ട് വെച്ചതാണ് കേസ് വലിയ ചട്ടിയിൽ. സംഭവം വേറൊന്നുമില്ല, വലിയ ചട്ടിയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലത്തെ വലുപ്പമുള്ള ഇതിനകത്ത് വെക്കുമ്പോൾ നിറച്ച് മണ്ണിട്ട് മുകളിലാക്കി ഇതിനെ നമ്മൾ മുകളിൽ പൊങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം. അതായത് ഇലയൊക്കെ വളർന്ന് പുറത്തോട്ട് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഈ ചട്ടിക്ക് പുറത്തേക്ക് വീണത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട്. അതങ്ങനെ വെക്കാത്തത് കൊണ്ട് നമുക്കൊരു പണി കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ കമ്പ് കൂലുമൊക്കെ ചാടി കൂടെ ഒക്കെ കുത്തിപ്പൊക്കിയൊക്കെ വെച്ചേക്കുക. അങ്ങനെ നമുക്ക് കുറച്ച് സ്ട്രോബെറി ഇപ്പോൾ കിട്ടി. ഇതിപ്പോൾ പറിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ അന്നാമയ്ക്ക് ഭയങ്കര കേട്ടോ, അതിന് പറിച്ചതാണ്. എന്തായാലും കൊള്ളാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചട്ടികളിലാക്കിയിട്ട് വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. അതല്ല ഇങ്ങനെ വലിയ ഇതിനകത്ത് ഒരുപാട് കാട് പോലെ കിളുത്ത് ഒത്തിരി നമുക്ക് ഉണ്ടായി കിട്ടും. പക്ഷേ ഉണ്ടായി കിട്ടുമെന്ന് പറഞ്ഞാലും ഈ ഒരു പ്രശ്നം എല്ലാവരും നേരിടേണ്ടി വരും. പിന്നെ കളയൊക്കെ പറിച്ചു കൊടുക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ കള പറിക്കാനൊന്നും സമയമില്ല. അപ്പം സംഭവം മനസ്സിലായല്ലോ. ഒന്നുകിൽ ചെറിയ ചട്ടി വെക്കുക, വലിയ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ മറച്ച് മണ്ണ് വെക്കണം. ഇതുപോലെ ചുമ്മാ വെച്ചേക്കല്ലേ. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ. അപ്പോൾ ശരിയെന്നാ. താങ്ക് യു.